ശനിയാഴ്ച അന്തിയും മോന്തിയായ തുടങ്ങുമ്പോൾ വിളി, നാളെന്താ പരിപാടി, നാളെന്താ പരിപാടി. ഞാൻ ലീവിനെന്നുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഞായറാഴ്ചയൊക്കെ ഒരു ബഹുമതിയൊന്നും ഞാൻ കൊടുക്കാറില്ല. ആഴ്ചയിലൊരു ഞായറാഴ്ച അങ്ങോട്ടും തണ്ടാൻ പോകല ഓല പരിപാടി. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ചയിൽ ഞാനുണ്ട് തണ്ടാൻ കയറണം. എന്നാൽ അങ്ങനെയാണെങ്കിൽ രാവിലെ സുബേസ്കാരം കഴിഞ്ഞാണ്ട് ഇറങ്ങിക്കോട് കയറണം. അങ്ങനെ രാവിലെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി സുബേസ്കാരമൊക്കെ കഴിഞ്ഞിറങ്ങി ടി കെ കോളനി പോകാമെന്നും പറഞ്ഞു ഏതായാലും കട്ടനും കുടിച്ച് ടി കെ കോളനിക്ക് പോയി. അവിടെ എത്തിയപാട് ഇവർ തുടങ്ങി ഡ്രസ്സൊക്കെ മാറ്റില്ല. എനിക്കാണെങ്കിൽ മാറ്റാൻ ഡ്രസ്സ് കൊടുത്തിട്ടില്ല. ഒരു തോക്കുണ്ടെങ്കിലും കൊണ്ടുവരാൻ മതിയിന്. ഇത് ഇവിടെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ എത്തിയപ്പോഴല്ലേ ഇത് മനസ്സിലായത്. ഏതായാലും ആവട്ടെ എന്ന് കരുതി ഇല്ലിമ്മ ചാടൽ തുടങ്ങി. ഇല്ലിമ്മ ചാടൽ തുടങ്ങിയപ്പോൾ ഞാൻ കരുതി പാൻറ് ഇട്ടിയാടിന് നല്ലതെന്ന്. അവിടെ ഇവിടെ മക്കും മൂലയൊക്കെ തട്ടിക്കണ്ട് മുറിയാകണുണ്ട്. നോക്കിയും കണ്ടൊക്കെ ചാടിക്കോടി ഈ ചാലുകൂടെ അങ്ങനെ വരുമ്പോൾ വെള്ളത്തിൻ്റെ വോയിസ് കൊണ്ട് എന്താണെന്ന് അറിയില്ല, സൈഡൊക്കെ തട്ടുമ്പോൾ ചോര തന്നെ ഉണ്ട് കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ച് ചാടണം എല്ലാവരും വരുമ്പോൾ. ഇത് നമ്മളൊരു കമ്പനിക്കാരനാണ്, വെള്ളത്തിൻ്റെ സെൻസസ് എടുക്കാമെന്ന് കരുതും. അല്ല, വെള്ളത്തിൻ്റെ ചുരുക്കണ്ട് നിന്ന് നോക്കുക. നിങ്ങൾ ഇരിക്കണ പാഹയൻ കോഴിക്കോട്ടുകാരനോ അവനെ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. ഈ രണ്ട് പാഹയന്മാർ ഇഞ്ച കൂടെ വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ ഓൽക്ക് ഫോട്ടോ എടുക്കണം അത്ര. ഞാൻ ഏതായാലും ഫോട്ടോ എടുക്കണമെങ്കിൽ തുണിപ്പാൻ മാറ്റട്ടേന്ന് കരുതി. ഫോട്ടോ ഞാൻ ഇവിടുന്ന് പോണിൻ്റെ മുമ്പ് എടുത്തരാമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മളെ വെള്ളത്തിൻ്റെ സെൻസസ് എടുത്ത കാക്കാക്കാണ് രണ്ട് കൂട്ടുകാരന്മാരെ ഒലിച്ചു തരുന്നത്. അപ്പോൾ ഒന്ന് ഓല വീഡിയോ എടുക്കാമെന്നും പറഞ്ഞു കണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഞാനും എടുക്കാമല്ലോ ഓല വീഡിയോ എഴുതി. നമ്മളെ കമ്പനിക്കാരൻ തന്നെ കണ്ടങ്ങൾ അവനൊരു ലൈക്ക് കൂട്ട് വന്നു. വേറെ ഒരുത്തം വരും കണ്ടങ്ങൾ. ഇതും അവിടെ നിന്നീനാ രണ്ട് പാഹേൻ്റെ ഒരു പാഹേനാണിത്. ഒഞ്ഞ കാണുമ്പോൾ ഇവിടുന്ന് ഒറ്റ കൂളിയുള്ള കണ്ടാവും. അവനെ കിട്ടിയില്ല, പിന്നെ ആൾ പോയോ. അങ്ങനെയാണ് പോയാലും വലിയ വെള്ളമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ലാസ്റ്റ് ഇപ്പം തട്ടി വെള്ളത്തിനെ കീറി മുറിച്ചാലോ എന്നും പറഞ്ഞ് വെള്ളത്തിൻ്റെ നടുവിലൊരു ഒറ്റ കടത്താം. ഇവ രണ്ടായി കീറി മുറിച്ച് ചെരുപ്പായിക്കൂടെ ഒലിച്ചു പോയതോ കണ്ടിട്ട് തന്നെയല്ല. ചെരുപ്പൊക്കെ വണ്ടിയിൽ വെച്ച് വന്നോളുണ്ട്. ഏതായാലും ഞങ്ങൾ പോകാൻ നേരത്ത് 4 ഫോട്ടോഷൂട്ട് എടുത്ത് പോകാമല്ലോ എന്നും കരുതി കണ്ടവൻ്റെ ഐഫോണും വാങ്ങി 4 ഫോട്ടോ എടുത്ത്. കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിൽ കൂടെ വരുമ്പോൾ ഫോണും വാച്ചും മൊബൈലൊക്കെ ഇതിൽ വെച്ച് പോകുന്നുണ്ട് വണ്ടിയിൽ. എന്നിട്ട് നല്ല 4 ഫോട്ടോ എടുത്തുകൊണ്ടേ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാറ്റസൊക്കെ വെച്ച് വൈബാക്കിക്കോളി. ഏതായാലും സ്പോട്ട് പറക്കണ്ട ടി കെ കോളനി.